കുറച്ച് എണ്ണ ഒഴിക്കാം. മൺചട്ടിക്കകത്താണ് മീൻകറി വെക്കേണ്ടത്. പൊടിച്ചതിന് ശേഷം ലേശം ഉലുവ ഇട്ട് കൊടുക്കണം. എണ്ണ മൂത്ത് നമ്മളതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴക്കാം. കുടംപുളി നമ്മളൊരു കപ്പിലേക്ക് മാറ്റി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ പുളിവെള്ളം പിഴിയാനുള്ള വെള്ളമാകും. അത് മാറ്റി വെക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ലൊരു മണം വരും. ഉള്ളി വഴന്നതിൻ്റെ ഒരു മണം വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടേണ്ടത് വേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല എല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. അത്രയും വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 5 സ്പൂൺ ഫുൾ, അഞ്ച് ടീസ്പൂൺ ഫുൾ മുളക് പൊടി, 1 ടീസ്പൂൺ ഫുൾ മല്ലിപ്പൊടിയും ചേർക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് മസാല മൂക്കാൻ സമയം കൊടുക്കണം. ഇനി നമുക്ക് പുളിവെള്ളം അതിലേക്ക് കുറച്ച് ചേർക്കാം. ഇതുപോലെ മസാല കോരി എല്ലായിടത്തും എത്താവുന്ന പോലെ നമ്മുടെ ഗ്രേവി കോരി എത്തിക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ കൂടി ഒഴിക്കുക. ഇപ്പോൾ ഷാപ്പിലേക്കാണ് ചെയ്യുന്നത്, വലിയ ചട്ടിക്കകത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് മുങ്ങിക്കിടക്കാനുള്ളൊരു ഇത് കിട്ടും. നമുക്ക് പക്ഷേ അത്രയും ഗ്രേവി വന്നു കഴിഞ്ഞാൽ വേസ്റ്റാണ്. ഒരുപാട് മസാല ആവശ്യം വരും, അത് വേസ്റ്റാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാം. ഇത് കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേന് സൈഡ് നമ്മൾ തിരിച്ചിട്ട് വേവിക്കും. നമുക്ക് നല്ലൊരു അടപ്പെടുത്ത് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് അതേപോലെ തിരിച്ചിട്ടച്ച് പോലെ മസാല കോരി ഒഴിക്കുക. നമ്മൾ കോരി ഒഴിക്കുന്നത് നമ്മുടെ പറഞ്ഞല്ലോ ചെറിയ ചട്ടി, വീട്ടിലൊക്കെ വലിയ ചട്ടികൾ കാണത്തില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനു വേണ്ടിയാണ് നല്ല മസാല ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ അരപ്പ് പിടിച്ചതിലേക്ക് വരും. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. നമ്മളിങ്ങനെ മീൻകറി ഉണ്ടാക്കി വെക്കുമ്പോൾ അത് അന്നേരം അല്ല ഉപയോഗിക്കുന്നത്, പിറ്റേ ദിവസം രാവിലത്തേക്കാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആണ് വെക്കുന്നെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുത്തിരുന്നാൽ അന്നേരത്തേക്കാണ് അതിൻ്റെ അരപ്പ് മുളകും പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇത് നമ്മൾ വൈകുന്നേരം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ട് മൂടി വെക്കുക. നാളെ രാവിലെ ആകുമ്പോഴത്തേനും അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. നല്ല സ്പൈസി മീൻതല ഷാപ്പിൽ കിട്ടുന്നതിനെ വെല്ലുന്ന സൈസ് സാധനമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചതേ ഉള്ളൂ. മീൻകറി റെഡിയാണ്. നാളെ രാവിലെ നമ്മൾ ഇച്ചിരി കപ്പയും വേവിച്ചിട്ട് ഇവനെ നമ്മൾ അടിക്കും. നമ്മൾ ഇത് ഇന്നലെ വൈകുന്നേരം കറി വെച്ചതാണ് തല. അത് രാവിലെ അയക്കുമ്പോഴേക്കും അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കപ്പ കൂട്ടി